അധികാരം ഉപയോഗിച്ച് ഉടമസ്ഥാവകാശം ഉറപ്പാക്കണമെന്നാണ് സർക്കാരിനോട് മുനമ്പം സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത്. കടലിൽ ഇറങ്ങി സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. സമരസമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം 156 ദിവസം പിന്നിട്ടു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെതിരെ ആദ്യം പ്രതിഷേധ കൊടിയുയർത്തിയ സമരസമിതി മുഖ്യമന്ത്രിയുടെ വാക്കു വിശ്വസിച്ചാണ് സഹകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിരാശയാണ് ഫലം. സർക്കാർ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് സമരസമിതി. ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ക്ഷേമത്തിൽ ഗവൺമെന്റ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ അത് നീതിയുടെ ഉന്മൂലനത്തിലാകരുത്, നീതി നടപ്പിലാക്കി തരുന്നതിലൂടെ ആയിരിക്കണം. ഇവിടെ നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത്. ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നതിന്റെ പേരിൽ അടിയന്തിരമായി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരണം. ഭൂസംരക്ഷണ സമിതി ഇന്ന് സംയുക്ത യോഗം ചേരും. സർക്കാർ നിലപാടിനെതിരെ കടലിലിറങ്ങി സമരം ചെയ്യാനാണ് നീക്കം. ഞങ്ങളുടെ ജീവൻ ഇവിടെ പണയം വെക്കേണ്ടി വന്നാലും രക്തചൊരിച്ചിൽ ഇവിടെ ഉണ്ടാകേണ്ടി വന്നാലും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങളുടെ സ്ഥലം ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകൂല. വഖഫ് ഭൂമിയാണെന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ്. സർക്കാർ തങ്ങളെ പറ്റിച്ചുവെന്നാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ആരോപണം. ഇനി അവരുടെ പ്രതീക്ഷ വഖഫ് ബില്ലിൽ മാത്രമാണ്. മുനമ്പത്ത് നിന്ന് മാഹിനൊപ്പം വിഷ്ണു സുരേഷ്, 24.